നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് മത്സരം ഡിസംബർ 6-ന് അഡലേഡിലാണ് നടക്കുന്നത്. പിങ്ക് ബോൾ ടെസ്റ്റാണ്, ഡേ നൈറ്റ് മത്സരമാണ്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയക്ക് ഒരു വലിയ തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. അവരുടെ സുപ്രധാന താരം, ബൗളിങ്ങിലെ സുപ്രധാന താരം ജോഷ് ഹേസൽവുഡിന് പരിക്കേറ്റിരിക്കുന്നു. അദ്ദേഹം സ്ക്വാഡിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഇക്കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ അറിയിച്ചിട്ടുണ്ട്. പകരം 2 താരങ്ങളെ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ആ കാര്യം ഒന്ന് വിശദമായിട്ട് നോക്കുകയാണ്. ജോഷ് ഹേസൽവുഡ് ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ഓഫ് ദി സെക്കൻഡ് ടെസ്റ്റ് ഇൻ അഡലൈഡ് വിത്ത് എ സൈഡ് സ്ട്രെയിൻ. അദ്ദേഹത്തിന് സൈഡ് സ്ട്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. 2 അൺക്യാപ്ഡ് ബൗളേഴ്സിനെ ഇപ്പോൾ കവറായിട്ട് കോളപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഷോൺ അബോട്ടും അതുപോലെ ബ്രാൻഡൻ ഡോഗറ്റുമാണ് സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള 2 താരങ്ങൾ. പക്ഷേ ഈ 2 താരങ്ങളെക്കാൾ കൂടുതൽ പ്ലേയിങ് 11ലേക്ക് അഡലൈഡിൽ വരാൻ സാധ്യത തീർച്ചയായിട്ടും സ്കോട്ട് ബോളണ്ട് തന്നെയാണ്. അദ്ദേഹം ഇന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് 11 നയിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നുമുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം ടെസ്റ്റ് കളിച്ചത് 2023 ജൂലൈയിലായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെ അദ്ദേഹം അഡലൈഡിൽ മികച്ച പ്രകടനം ഇതിനു മുമ്പ് നടത്തിയിട്ടുമുണ്ട്. അന്ന് 45 റൺസിന് 3 വിക്കറ്റ് 2022 നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ബോളണ്ട് ഇന്ന് എങ്ങനെ പ്രകടനം നടത്തുന്നു എന്നതനുസരിച്ചായിരിക്കും മിക്കവാറും അടുത്ത ടെസ്റ്റിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനം. ജോഷ് ഹേസൽവുഡിൻ്റെ നഷ്ടം ഓസ്ട്രേലിയക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. ഫസ്റ്റ് ഇന്നിങ്സിൽ, അതായത് പെർത്തിലെ ഫസ്റ്റ് ഇന്നിങ്സിൽ ഇന്ത്യക്കെതിരെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. 29 റൺസിന് 4 വിക്കറ്റ്. ഇന്ത്യ 150 ഓൾ ഔട്ട് ആയ ഇന്നിങ്സിൽ അദ്ദേഹം പിഴുതെടുത്തിരുന്നു. രണ്ടാം ഇന്നിങ്സിലും വളരെ ഇക്കണോമിക്കലായിട്ട് അദ്ദേഹം ബൗൾ ചെയ്തു. 21 ഓവറുകളിൽ 28 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഇന്ത്യ അഡലൈഡിൽ കളിച്ച മത്സരത്തിൽ തീവാർന്ന ബൗളിംഗ് ആണ് ജോഷ് ഹേസൽവുഡ് പുറത്തെടുത്തിരുന്നത്. 8 റൺസിന് 5 വിക്കറ്റ് 5 ഓവറുകളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇന്ത്യ 36 റൺസിന് ഓൾ ഔട്ട് ആയ കാര്യം കൂടി ഓർക്കുക. സോ അദ്ദേഹം ഇല്ല എന്നുള്ളത് ഓസ്ട്രേലിയക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയെ ഇപ്പോൾ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ലോ ഗ്രേഡ് ലെഫ്റ്റ് സൈഡ് ഇഞ്ചുറി എന്നാണ്. ഏതായാലും ഈ ഒരു സീരീസിലെ ബാക്കി മത്സരങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറകെ വരും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.